Hello guys, welcome to my channel. And the channel പേര് as you can see, it's a hustle mindset. ആ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ സെയിൽസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഒരു എന്താ പറയുക ഹാർഡ് വർക്കിംഗ് മൈൻഡ് സെറ്റ്. അത് നമ്മൾ ലേസി ആയി കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിൽ ഒട്ടും അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ചാനലാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേര് ഇട്ടത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ഇത് തന്നെ ആയിരിക്കും. ഈ ചാനലിൽ നമുക്ക് ഞാനിനി എൻ്റെ ട്രാവൽ വീഡിയോസും പിന്നെ കുറച്ച് മോട്ടിവേഷണൽ ഞാൻ പറയില്ല. മോട്ടിവേഷണൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷൻ ലൈഫ് കോച്ചൊക്കെയാണെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾക്ക് അതിനെങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി, അതിനെങ്ങനെ ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇടുന്നു മാത്രം. ഇത് ഈ വീഡിയോ ബേസിക്കലി ഇറ്റ് വിൽ ബി ഫോർ ദ ഫസ്റ്റ് ജനറേഷൻ അല്ല, ദ ന്യൂ ജനറേഷൻ ഹു ആർ ജോയിനിങ് ദ സെയിൽസ്. അതൊരു ഇമോഷനായിട്ട് നമ്മൾ എടുക്കണം ബേസിക്കലി. ബിക്കോസ് സെയിൽസിന് നമ്മൾ ബേർഡൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സെയിൽസ് നടക്കില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറയാനുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ 7 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ആണ്. പല കമ്പനീസിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു 3 years ഞാൻ ഓട്ടോമോട്ടീവ് സെയിൽസിലായിരുന്നു, പിന്നെ ബാങ്കിങ് ഇൻഷുറൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ UK വന്നപ്പോൾ ഇവിടെ ഒരു റെൻ്റൽ ഏജൻസീൻ്റെ സെയിൽസ് തന്നെയായിരുന്നു. അപ്പോൾ ലിറ്ററലി എനിക്ക് പല ഇൻഡസ്ട്രിയുടെ പല രീതികളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് അതിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ എനിക്ക് സക്സസ് കിട്ടി ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇസ് സെയിൽസ്, ഹൗ ടു ഡു സെയിൽസ്, എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബിഗിനറായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ബിഗിനറിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് സെയിൽസിൽ പങ്ക്ച്വാലിറ്റി പ്ലസ് ഒട്ടും തോൽക്കാത്ത ഒരു മൈൻഡ്. അതായത് സെയിൽസിൽ നമ്മൾ വിചാരിക്കും പല സിനാരിയോസ് വരും. ഈ ഒരു ഡീൽ ഇപ്പോൾ ക്ലോസ് ആവും എന്ന് വിചാരിക്കും, അപ്പോൾ പൊട്ടും. നമ്മൾ രാവിലെ വിചാരിക്കും കിട്ടും, വൈകുന്നേരം ആകുമ്പോഴേക്കും പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ 100,000 റിജക്ഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കുക. കേരളത്തിലെ ജനങ്ങൾ എന്തോരം ജനങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരെണ്ണം പോയി ഇങ്ങനെ നമുക്ക് കിട്ടില്ല, കാര്യങ്ങളില്ല. നോ, ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ആർ ഹാർഡ്. ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ഹാർഡ് വർക്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് സ്മാർട്ട് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ AI ടൂൾസ് ഉണ്ട്, ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയാൽ മതി. ആൾക്കാരൊന്നും എന്താ പറയുക, കണ്ടുപിടിക്കാൻ പുതിയ വേസ് നമ്മളായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആൾക്കാരെ കിട്ടും, എന്തായാലും കിട്ടും. ഈ പഴയ വേസ് എന്ന് പറയുന്നത്, അവിടെ ഇപ്പം ഞാൻ വെഹിക്കിൾ സെയിൽസ് തന്നെ പറയുകയാണെങ്കിൽ നാട്ടിലത്തെ ക്യാമ്പയിനിങ് ഒക്കെ എങ്ങനെയാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ടെൻറ്റ് പോലെ അടിച്ചിട്ട് ഇത് ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് സാധനം അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടിരിക്കുന്നത് അത്രയധികം എന്താ പറയുക ലീഡ്സോ അല്ലെങ്കിൽ അത്രയധികം കസ്റ്റമേഴ്സൊന്നും അവിടെ വന്നിട്ട് ബുക്കിംഗ് എടുക്കുന്ന കാര്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. സംഭവം ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നില്ല കേട്ടോ, അത് അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, അതവർ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു വേ നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റും.
അതായത് ഫസ്റ്റത്തെ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഒരു കുറച്ച് കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും, പിന്നെ ആണ് ഗെയിം. അപ്പോൾ കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മളൊരു വണ്ടി വിറ്റു, അല്ലെങ്കിൽ നമ്മളൊരു സാധനം വിറ്റു, നമ്മൾ അപ്പം തന്നെ ആ കസ്റ്റമറിനെ എന്താ പറയുക മൈൻഡിൽ നിന്ന് വിട്ടിട്ട് അവർ പോയി അവരുടെ പണി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവരിതുപോലെ നിൽക്കും. അവൻ എനിക്ക് വണ്ടി തന്നു, അവനേതായിരുന്നു എനിക്കത് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതേ സമയത്ത് നമ്മൾ അവർക്ക് കുറേ റിലേഷനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഓക്കെ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് അവരെ അപ്രോച്ച് ചെയ്യുക. പിന്നെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണോ എന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് വെക്കുക, അവരുടെ മൈൻഡിലൊന്ന് വെക്കുക. ഓക്കെ, ഇന്ന ഒരാൾ എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ മൈൻഡിൽ നമുക്ക് കൊണ്ടുവരുത്തണം. അങ്ങനെ ആവുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് കുറച്ചധികം കസ്റ്റമേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? നമ്മളെ കസ്റ്റമർ റിട്ടൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അതായത് കസ്റ്റമർ സർവീസ് നമ്മൾ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അടുത്ത് പിന്നെയും വരും. നിങ്ങൾ ഒരു കസ്റ്റമറിനെ എന്താ പറയുക അതപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ആവറേജ് ഒന്നും വിചാരിക്കുക. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഒരാൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4 to 5 years കഴിഞ്ഞിട്ട് ആ വണ്ടി അല്ലെങ്കിൽ പിന്നെ റീസെയിൽ ചെയ്യാൻ നോക്കും, വേറെ വണ്ടി എടുക്കാൻ നോക്കും. മനസ്സിലായോ? ചിലപ്പോൾ മേ ബി ആൾക്ക് അധികം കാശൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി സെക്കൻഡ് കാർ എടുക്കും, അല്ലെങ്കിൽ മേ ബി തേർഡ് കാർ എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പുള്ളി ത്രൂ വേറെ ആൾക്കാരല്ലെങ്കിലും ഈ പുള്ളി ത്രൂ എന്താ പറയുക ഈ കസ്റ്റമർ സർവീസ് ഇവിടെ നന്നായതുകൊണ്ട് പല ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് അത്ര നന്നായതുകൊണ്ട് ആൾക്കാർ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്ക് വേറെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടി ആയിരിക്കും ഇഷ്ടം, പക്ഷേ നമ്മൾ കൊടുക്കണ കസ്റ്റമർ സർവീസ് അത്ര നല്ലതായതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർ കേട്ടിട്ട് അവർ വണ്ടി എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞത് പഞ്ച്വാലിറ്റി. സെക്കൻഡ്, ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെച്ചേ പറ്റൂ. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വെച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര പ്രഷർ ഉള്ള ഒരു ജോലിയാണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആരും ഒന്നും ചെയ്യാൻ പോകില്ല. പക്ഷേ ചെയ്തിട്ടില്ല വെച്ചാൽ പിന്നാലെ നടന്ന് നല്ല സീനാക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഫ്യൂ മന്ത്സ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങളൊരു പൈപ്പ് ലൈൻ ഓഫ് കസ്റ്റമേഴ്സാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ എടുക്കുന്ന ടീംസ് കസ്റ്റമേഴ്സ് അവരെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് വെക്കണം. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നാളത്തെ ദിവസം അങ്ങനെ പോട്ടെ, മടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ നടപടിയാണ് കേസല്ല. നമ്മൾ ഷോറൂമിലൊക്കെ വരണ ഇതൊക്കെ വെഹിക്കിൾ സെയിൽസിനെ പറ്റി ഞാൻ പറയണം കേട്ടോ. അതൊക്കെ ഒരു ബേസിക് ഐഡിയ ആണ്. ഇൻഷുറൻസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ഷോറൂമിൽ വരുന്ന മിക്ക കസ്റ്റമേഴ്സും ഒരു ഹോട്ട് ലീഡായിരിക്കും. അതായത് അവർക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അതിലൊരു 60% എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സപ്പോസ് അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്കൊരു ലീഡായിട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, സെയിൽസ് ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സാറേ വണ്ടി വേണോ, സാറേ വണ്ടി വേണോ, ഇത് വേണോ, അത് വേണോ. നമ്മുടെ അവസ്ഥയാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ എന്താ പറയുക, ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടാവും കേട്ടോ, ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ട്രൈ ചെയ്തേ പറ്റൂ. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷനേ ഉള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. പിന്നെ ഒരു ലെവൽ വരെ നമ്മളെത്തും. അത് നമ്മുടെ കയ്യിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കണം കേട്ടോ. എവിടെയെങ്കിലും എഴുതി വെക്കാണ്ട് ഈ വക പരിപാടിക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ സൈഡിൽ കൂടെ വേറെ ആൾക്കാർ അവരെ കൊണ്ടുപോകും എന്തായാലും.
ഉറപ്പായിട്ടും. എന്താ വെച്ചാൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ടുവരണം. അതാണ് സെയിൽസ്. അതേ നടക്കുള്ളൂ. പിന്നെ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കോൾസ്, അതായത് ഞാൻ വർക്ക് ചെയ്തത് റീറ്റെയിനിങ് ഇൻഷുറൻസ് ആയിരുന്നു. അതായത് ഓൾറെഡി എടുത്ത ആൾക്കാരെ പിന്നെയും എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പുതിയ ആൾക്കാരും കൂടി നോക്കണമായിരുന്നു. ഈ ഇൻഷുറൻസിനോടൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കുറ്റമൊന്നും പറയാൻ പാടില്ല, പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് എടുക്കുന്ന സാധനമാണത്. അതായത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില കമ്പനീസിനൊക്കെ ഭയങ്കര ഇൻഷുറൻസ് വാല്യൂ ആണ്, അതായത് പ്രൈസാണ്. അതേസമയം ഇതേ സെയിം സാധനം തന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്ത് പറയാൻ പറ്റും? അപ്പോൾ ചീപ്പായിട്ടുള്ള സ്ഥലത്തല്ലേ ആൾക്കാർ പോവുള്ളൂ. പിന്നെ ഈ ലൈഫ് ടേം ഇൻഷുറൻസ് പറയുന്നതും പിന്നെ പല പല കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും, അത് ഇത്രയധികം വേണമെന്ന് ചിലപ്പോൾ ചിന്ത വരും. അപ്പോൾ സെയിൽസിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കമ്പനിക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്കിത് എന്താ പറയുക 100% എന്തായാലും അറിഞ്ഞിരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാളും 100% ആർക്കും അറിയില്ല. ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഓരോ ടൈം വരുമ്പോൾ നമ്മളങ്ങനെ സോൾവ് ചെയ്ത് പോകണമെന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 75% എങ്കിലും ആ വണ്ടീനെ പറ്റി, കമ്പനീനെ പറ്റി കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് ഇരിക്കുകയാണ്, അപ്പോൾ ഈ പുള്ളി ചോദിക്കുകയാണ്, അതായത് കോമ്പറ്റീറ്റർ വണ്ടിയും പിന്നെ നിങ്ങളുടെ വണ്ടിയും തമ്മിൽ ഉള്ള ഡിഫറൻസുകൾ നിങ്ങൾ പറ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വണ്ടീനെ പറ്റിയും ഏകദേശമൊക്കെ ഐഡിയ വേണം. അതില്ല വെച്ചാൽ സാർ നമ്മുടെ വണ്ടി നല്ലതാണ്, നമ്മുടെ വണ്ടി ഇതാണ് അതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളവിടെ നെഗറ്റീവ് അല്ല പറയണത്, നമ്മൾ നമ്മുടെ വണ്ടിയുടെ അഡ്വാൻറ്റേജാണ് പറഞ്ഞു കൊടുക്കണത്. അതായത് ഈ വണ്ടിക്ക് ആ വണ്ടീനേക്കാളും ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും ഒരാളെ പറ്റി നെഗറ്റീവ് പറയാണ്ട് എപ്പോഴും അഡ്വാൻറ്റേജസ് സൈഡ് പറഞ്ഞു കൊടുക്കുക. അതായത് സ്പേസ്, നമ്മുടെ വണ്ടിക്കാണ് കൂടുതൽ സ്പേസ് ഇവിടെ വരുന്നത്, അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു ആളെ പറ്റി നെഗറ്റീവ് അല്ലല്ലോ പറയണേ, നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സെയിൽസിൽ എപ്പോഴും ഈ ഹസൽ മൈൻഡ് സെറ്റിന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല, അതാണ് കാര്യം. പിന്നെ ഫസ്റ്റത്തെ കുറച്ച് മാസങ്ങളൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. അത് കേക്ക് ഇൻ ദ വോക്കല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും തൃശ്ശൂരിലായിരുന്നു എൻ്റെ ബേസ്. അപ്പോൾ തൃശ്ശൂർ റൗണ്ടൊക്കെ മൊത്തം ഇങ്ങനെ 2-3 റൗണ്ടൊക്കെ കറങ്ങി എൻ്റെ കയ്യിൽ പാംഫ്ലെറ്റ്സൊക്കെ തരും. ഇതൊക്കെ എല്ലാം സ്റ്റോറിൽ പോയി കൊടുക്ക്, സംസാരിക്കുമെന്ന് പറയും. ഇനി ആണ് മെയിൻ കാര്യം. ഇനി സംസാരിക്കാൻ വരുമ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി, നമ്മുടെ ലുക്സ്, നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റിയും ലുക്സും നമ്മളെങ്ങനെ സംസാരിക്കുന്നു അത് ഭയങ്കര മെയിനാണ്. മനസ്സിലായോ? ഇപ്പോൾ സെയിൽസിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു ടീം, ഒരു സെറ്റ് ആൾക്കാർ, ഇവർ സെയിൽസ് പ്രോസസ്സിനെ അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. പിന്നെ വേറെ ആൾക്കാരുണ്ട്, ആൾക്കാരെ നല്ല രീതിക്ക് സോപ്പിട്ടിട്ട് നിർത്താൻ പറ്റിയ ആൾക്കാർ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ ആരായിരിക്കും നല്ല സെയിൽസ്മാൻ? 2 പേരും അല്ല. അങ്ങനെയല്ല. സെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2നും മിക്സ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് സംസാരിച്ച് വീഴ്ത്താനും പറ്റണം, സെയിൽസ് പ്രോസസ്സും നിങ്ങൾ ഫോളോ ചെയ്യണം. സെയിൽസ് പ്രോസസ്സ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു
എൻക്വയറി അല്ലെങ്കിൽ ഒരു ലീഡൊക്കെ കിട്ടുമ്പോൾ നമ്മളതിനെ എങ്ങനെ നമ്മളതിനെ സേവ് ചെയ്യണം, അതായത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു ലീഡിനെ. സപ്പോസ് ഒരു കസ്റ്റമർ നിങ്ങളോട് പറഞ്ഞു 4 മാസം കഴിഞ്ഞാൽ എനിക്ക് പ്ലാനിങ് ഉണ്ട് വണ്ടി എടുക്കാൻ. നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ അവരെ വിളിക്കുമോ? ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു പ്രാവശ്യം വിളിക്കുക. പിന്നെ 4th മന്ത് ആകുമ്പോൾ അല്ലെങ്കിൽ 3rd മന്ത് ആകുമ്പോൾ അവരോട് ചോദിക്കുക, സാർ ഇങ്ങനെയൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീരുമാനം വല്ലതും ആയിട്ടുണ്ടോ, ഞാൻ വണ്ടി എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുവരണോ എന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണാൻ പറ്റും. ചിലപ്പോൾ എല്ലാ മാസം വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ 4 മാസം 2 മാസമൊക്കെ ആയ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 10 ദിവസം കൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ 4 മാസമൊക്കെ ഡ്രോപ്പായിട്ട് 1 വർഷമായിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ആളെ നമ്മൾ എന്താ പറയുക വിടാൻ പാടില്ല. ലൈക്ക് ആളുടെ മനസ്സിൽ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ വിടരുത്. പിടിച്ചോ എന്തായാലും, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന ആൾക്കാർ. ആ ആൾക്കാരെ നിങ്ങൾ എന്താ പറയുക, അത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പിന്നെ സെയിൽസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് ആ ടീംസാണ് ഏറ്റവും സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങളെ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായി ഹാൻഡിൽ ചെയ്യണം, നല്ല പ്രീമിയം എക്സ്പീരിയൻസും കൊടുക്കണം. നിങ്ങൾ ഒരു സെയിലൊക്കെ നിങ്ങൾ മറ്റേ മെഡിക്കൽ റെപ്സിനൊക്കെ ഉണ്ടാവില്ലേ, ഇവരുടെയൊക്കെ ഡ്രസ്സിങ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇത്ര ടോപ്പ് നോച്ചാണ് ഇവർ ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യണം അറിയോ? അവരുടെ ക്ലയൻ്റ് ആരാണ്? ഡോക്ടറാണ്. അപ്പോൾ ഇവർക്കറിയാം ഇവരുടെ ക്ലയൻ്റ് ഒരു ഡോക്ടറാണ്, ഇവർ പ്രീമിയം കസ്റ്റമറാണ്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും പ്രീമിയം തന്നെയാണ്. നിങ്ങളൊരു സാധനം മേടിക്കുന്ന ആരായാലും, നിങ്ങൾ ചിലപ്പോൾ ആ കസ്റ്റമർ 5 ലക്ഷത്തിൻ്റെ വണ്ടി ആയിരിക്കും, ചിലപ്പോൾ 8 ലക്ഷം രൂപയുടെ വണ്ടി ആയിരിക്കും, 10 ആയിരിക്കും. ഈ 5 ലക്ഷത്തിന് ഒരാൾ, ഇതുപോലെ ഒരു 10 പേര്, അപ്പോൾ നിങ്ങൾക്കൊരു 50 ലക്ഷത്തിൻ്റെ സെയിൽസ് കിട്ടി അല്ലേ? ചെറുതായിട്ട് കാണരുത് ആരും. ഈ ചിലപ്പോൾ ഈ 5 ലക്ഷത്തിന് ആളായിരിക്കും നിങ്ങൾക്ക് ഒരു 10-15 പേരെ തരാൻ പോണത്. അതായത് ചിലപ്പോൾ ഈ പുള്ളിയുടെ ഫസ്റ്റ് കാറായിരിക്കും. ആ ഫസ്റ്റ് കാറിനെ അവരുടെയൊക്കെ ഒരു ഡ്രീമായിരിക്കും ചിലപ്പോൾ ഇത്. എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് കാറാണ്. കുറേ ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കസ്റ്റമർ എനിക്കുണ്ടായിരുന്നു. ഈ പുള്ളി ഇയോണാണ് എടുത്തത്. ആ പുള്ളി എനിക്ക് ഏകദേശം ഒരു 7-8 കസ്റ്റമേഴ്സിന് എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊരു 5 പേരെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ആൾക്കാർ വേറെ സ്ഥലത്തുനിന്നും വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും എന്താ പറയുക, ചാൻസ് വിടാൻ പാടില്ല. അതിനാണ് പറഞ്ഞത് റിട്ടൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഹാൻഡിൽ ചെയ്യണത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ നെക്സ്റ്റ് പാർട്ടിൽ പറയാം. ഇതായിരുന്നു ഇന്നത്തെ ഒരു ലെസൺ. 18 മിനിറ്റൊക്കെ ഉണ്ട്. അതിൽ കുറച്ചധികം കവറപ്പ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ല ഉപകാരപ്പെടും ഒരു സെയിൽസിലൊക്കെ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching my video and support my channel. My name is Vishnu. Thank you so much.